റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 29. അന്യനെ കുറ്റം വിധിക്കുന്നതിൽ ആരെയാണ് കുറ്റം വിധിക്കുന്നത്? സ്വയം കുറ്റം വിധിക്കുന്നു. ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നത് ആരുടെ നേരെയാണ്? അന്യനെ കുറ്റം വിധിക്കുന്നവരുടെ നേരെ. അന്യനെ വിധിക്കുന്നവനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ദയ. ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നതാരാണ്? അന്യരെ കുറ്റം വിധിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അന്യനെ കുറ്റം വിധിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ നിരസിക്കുന്നതെന്താണ്? ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം. അന്യനെ വിധിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കോപം ചരദിച്ചു വയ്ക്കുന്നത് ഏത് ദിവസത്തേക്കാണ്? ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക്. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് കോപം ചരദിച്ചു വയ്ക്കുന്നതെന്തുകൊണ്ടാണ്? അനുതാപമില്ലാത്ത ഹൃദയത്താലും കാഠിന്യത്താലും. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്കു തക്ക പകരം ചെയ്യുന്നതാരാണ്? ദൈവം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്നതെന്താണ്? നിത്യജീവൻ. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്നതെന്താണ്? കോപവും ക്രോധവും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും ലഭിക്കുന്നതെന്താണ്? കഷ്ടതയും സങ്കടവും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും ലഭിക്കുന്നത് എന്താണ്? മഹത്വവും മാനവും സമാധാനവും. നന്മയും തിന്മയും പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം മുഖപക്ഷമില്ലാതെ ആർക്കെല്ലാം കൊടുക്കുന്നു? ആദ്യം യഹൂദനും പിന്നെ യവനനും. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ആചരിക്കുന്നവരത്രേ നീതിമാന്മാർ. എവിടെ? ദൈവസന്നിധിയിൽ. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർ തങ്ങൾക്ക് എന്താകുന്നു? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നവർ ആരാണ്? ന്യായപ്രമാണത്തിനുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നവർ. മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്നതാരാണ്? ദൈവം. മനുഷ്യരുടെ രഹസ്യങ്ങളെ ദൈവം സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്നത് ആര് മുഖാന്തരമാണ്? യേശുക്രിസ്തു മുഖാന്തരം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നതെങ്ങനെ? അവരുടെ മനസാക്ഷി സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടും. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്നും പഠിക്കുന്നവനെന്ന് പൗലോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരെക്കുറിച്ച്.
കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുകയും എന്നാൽ അത് പ്രവർത്തിക്കാതിരിക്കുന്നവരും ആരാണ്? യഹൂദന്മാർ. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കുന്നത് എന്ത്? ഇത് ആര് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? പൗലോസ് യഹൂദന്മാരെക്കുറിച്ച്. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നവൻ എന്തിനാൽ ദൈവത്തെ അപമാനിക്കുന്നു? ന്യായപ്രമാണ ലംഘനത്താൽ. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുകയും ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുന്നതാരാണ്? യഹൂദന്മാർ. ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് ആരുടെ നിമിത്തമാണ്? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുകയും എന്നാൽ ന്യായപ്രമാണം ലംഘിക്കുകയും ചെയ്യുന്നവർ നിമിത്തം. പരിച്ഛേദന പ്രയോജനമുള്ളത് ആകുന്നത് എപ്പോഴാണ്? ന്യായപ്രമാണം ആചരിക്കുമ്പോൾ. ന്യായപ്രമാണ ലംഘിയുടെ പരിച്ഛേദന എന്തായിത്തീർന്നു? അഗ്രചർമ്മം. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം എന്തായി എണ്ണുന്നു? പരിച്ഛേദന. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ അനുഷ്ഠിക്കുന്നതെന്താണ്? ന്യായപ്രമാണം. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. ഇതിൻ്റെ വേദഭാഗം എഴുതുക. റോമർ 2:29. ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന നേടിയവർക്ക് ലഭിക്കുന്നതെന്താണ്? ദൈവത്താൽ പുകഴ്ച.